ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇത്തവണത്തെ ISL അത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നേരിട്ടാണ് നടത്തുന്നത്. പക്ഷേ അടുത്ത വർഷം മുതൽ അവർക്ക് ഒരു കൊമേഴ്ഷ്യൽ പാർട്ണറെ ആവശ്യമുണ്ട്. അടുത്ത 20 വർഷത്തേക്കുള്ള ബിഡുകൾ അവർ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. പ്രധാനമായും 2 ബിഡുകളാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ലഭിച്ചത്. ഒന്ന് ഫാൻകോഡ് ആയിരുന്നു, രണ്ടാമത്തേത് ജീനിയസ് സ്പോർട്സ് ആയിരുന്നു. വലിയ തുക ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് വാഗ്ദാനം ചെയ്തത് ജീനിയസ് സ്പോർട്സ് തന്നെയാണ്. പക്ഷേ ISL ക്ലബ്ബുകൾക്ക് ഫാൻകോഡിന്റെ ബിഡിനോടാണ് താല്പര്യമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ഇപ്പോൾ ആശിഷ് നേഗി നൽകിയിട്ടുണ്ട്. അതായത് ഈ 2 പാർട്ടികളുടെയും ബിഡുകൾ ക്ലബ്ബുകൾക്ക് മുന്നിൽ ഒന്നുകൂടി വിശദമായി അവതരിപ്പിക്കാൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒരുക്കമാണ്. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ജീനിയസ് സ്പോർട്സിന്റെ ബിഡ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന ഒരു നിലപാട് കൂടി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എടുത്തിട്ടുണ്ട് എന്നാണ് ആശിഷ് നേഗി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഫാൻകോഡിന്റെ ബിഡ് ഇപ്പോൾ ഫെഡറേഷൻ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ക്ലബ്ബുകളുടെ മുന്നിൽ അത് അവതരിപ്പിക്കും, പക്ഷെ അത് സ്വീകരിക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് ഫെഡറേഷൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. മാത്രമല്ല, ജീനിയസ് സ്പോർട്സിനോട് നേരിട്ട് ചർച്ചകൾ നടത്തണമെന്ന് ക്ലബ്ബുകൾ ഫെഡറേഷനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആവശ്യം ഫെഡറേഷൻ ഇപ്പോൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഫെഡറേഷനോട് പറയുക, ഫെഡറേഷൻ അത് ജീനിയസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അല്ലാതെ ഡയറക്റ്റ് ആയിക്കൊണ്ട് ജീനിയസുമായി സംസാരിക്കാനുള്ള ഒരു അനുമതി ഇതുവരെ ഫെഡറേഷൻ ISL ക്ലബ്ബുകൾക്ക് നൽകിയിട്ടില്ല. എന്തുകൊണ്ട് ഡയറക്റ്റ് ആയിക്കൊണ്ടുള്ള സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന ഒരു ചോദ്യം ആശിഷ് നേഗി ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. അതായത് ഫെഡറേഷൻ എന്തൊക്കെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു എന്നാണ് നേഗി ഇപ്പോൾ ആരോപിക്കുന്നത്. ഇതിനേക്കാൾ സങ്കീർണമായ മറ്റൊരു കാര്യം കൂടി നേഗി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത് അടുത്ത സീസണിലേക്കുള്ള ഫ്രാഞ്ചൈസി ഫീ അതിപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ISLൽ പങ്കെടുക്കണമെങ്കിൽ 3 കോടി രൂപ ഓരോ ക്ലബ്ബുകളും അടുത്ത സീസണിലേക്ക് നൽകേണ്ടതുണ്ട്. ഇത് ക്ലബ്ബുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തുക തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. പല ക്ലബ്ബുകളും ISLൽ നിന്നും പിൻവാങ്ങിയാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടി വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് സാമ്പത്തിക പ്രതിസന്ധി അലട്ടുന്ന ഒരുപാട് ക്ലബ്ബുകളുണ്ട്. ഇന്റർ കാശി, ഒഡീഷ FC, മുഹമ്മദൻ SC തുടങ്ങിയ ക്ലബ്ബുകളൊക്കെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ക്ലബ്ബുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ 3 കോടി രൂപ എന്നുള്ളത് വലിയ ഒരു തടസ്സമായി നിലകൊള്ളുന്ന ഒന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ തുക പല ISL ക്ലബ്ബുകൾക്കും തടസ്സമാവാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു കാണാം.